അസമിലെ നാഗോണിൽ 1500-ലധികം ബംഗാളി മുസ്ലിങ്ങളുടെ വീടുകൾ പൊളിച്ച് നീക്കി. സംരക്ഷിത വനഭൂമി കയ്യേറി എന്നാരോപിച്ചാണ് കുടിയൊഴിപ്പിക്കൽ. നാഗോൺ ജില്ലയിലെ ലുട്ടിമാരി പ്രദേശത്താണ് കുടിയൊഴിപ്പിക്കൽ നടന്നത്. സജു തോമസ് വിവരം നൽകും. സജു, എന്ത് കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി? അനീഷ, പ്രധാനമായിട്ടും സംരക്ഷിത വനമേഖലയിൽ അനധികൃതമായി കുടിയേറി താമസിച്ചു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് വലിയ രീതിയിൽ ഈ ജനവിഭാഗങ്ങളെ അവിടെ നിന്നും ഒഴിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ അസമിലെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം വിഭാഗങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് അനധികൃതമായി കുടിയേറി താമസിക്കുന്നതെന്ന് കാട്ടി അവരുടെ വീടുകളൊക്കെ പൊളിച്ചു നീക്കുന്ന നടപടി നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും ഇത് ആവർത്തിച്ചിരിക്കുകയാണ്. നേരത്തെ സമാനമായി തന്നെ ഉണ്ടായ സംഭവങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ കുടിയേറി പാർത്തു എന്ന് ആരോപിച്ച് ജനങ്ങളെ ഈ സ്ഥലങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതിരെ വലിയ പ്രതിഷേധം വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടാവുകയാണ്. അസമിലെ നഗോൺ ജില്ലയില് ആണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നഗോൺ ജില്ലയിലെ ലുട്ടിമാരി പ്രദേശത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 1500-ലധികം കുടുംബാംഗങ്ങളെയാണ് അല്ലെങ്കിൽ 1500-ലധികം കുടുംബങ്ങളാണ് ഇപ്പോൾ കുടിയൊഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ ഈ കുടുംബങ്ങളോട് ഈ പ്രദേശം വിട്ടു പോകാനും ഭരണകൂടം നിർദ്ദേശിച്ചു എന്ന് ആരോപണം ഉയരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നു വരിക. അതിനിടയിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ ഈ പ്രദേശം വിട്ടു പോകാൻ വേണ്ടിയാണ് ഈ കുടുംബങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അനീഷ്.